സുഹൃത്തുക്കളെ, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലോകമിനി ശാശ്വത സമാധാനത്തിലേക്കും ജനാധിപത്യത്തിലേക്കും കടക്കുന്നു എന്നായിരുന്നു ചില ലിബറൽ ചിന്തകരുടെ വാദം. സോഷ്യലിസം ഇനി ആവശ്യമില്ല, ക്യാപിറ്റലിസം തന്നെയാണ് മാനവരാശിയുടെ അന്തിമ പരിഹാരം എന്നതായിരുന്നു അവരുടെ പ്രഖ്യാപനം. പക്ഷേ ഇടതുപക്ഷ ചിന്തകർ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോളനി വിമോചനവും വോട്ടവകാശവും ക്ഷേമരാജ്യവും ഇവയൊന്നും ക്യാപിറ്റലിസത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഫലമല്ല, സോഷ്യലിസ്റ്റ് വെല്ലുവിളിയെ ഭയന്നുണ്ടായ കൺസെഷൻ ആയിരുന്നു അവ. ആ വെല്ലുവിളി ഇല്ലാതാകുമ്പോൾ ക്യാപിറ്റലിസം തൻ്റെ യഥാർത്ഥ മുഖം കാണിക്കും എന്ന് അവർ പറഞ്ഞു. ഇന്ന് നാം കാണുന്നത് അതുതന്നെയാണ്. ഇന്ന് സാമ്രാജ്യത്വം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനെ നാം ഗാങ്സ്റ്റർ ഘട്ടം എന്ന് വിളിക്കാം. നിയമങ്ങളും നൈതികതയും തുറന്നുവെച്ച് ലംഘിക്കുന്ന ഘട്ടം. വെനിസ്വേലയിലെ നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായ നിക്കോളാസ് മദൂറോയെ സൈനിക ശക്തി ഉപയോഗിച്ച് അപഹരിച്ചു, കൈകെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി, തെളിവില്ലാത്ത കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്യുകയും ആ രാജ്യത്തെ നേരിട്ട് നിയന്ത്രിക്കുകയും ചെയ്ത നടപടി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെ പൂർണ്ണമായും കീഴടക്കുന്ന പ്രവൃത്തിയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇറാഖിൽ സദാം ഹുസൈനെ കൊന്നത്, ലിബിയയിൽ ഗദ്ദാഫിയെ വധിച്ചത്, സിറിയയിലെ ഇടപെടലുകൾ, പാലസ്തീനികളിൽ നടന്ന ജനസംഹാരം, ഗാസയെ കൈപ്പിടിയിലാക്കി റിയൽ എസ്റ്റേറ്റ് പദ്ധതിക്കായുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ ഇറാനിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇവയെല്ലാം ഈ ഗാങ്സ്റ്റർ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. ലിബറൽ ശക്തികൾ ഇതെല്ലാം ട്രംപിൻ്റെ മാത്രം കുറ്റമെന്ന് പറയുന്നു. പക്ഷേ സത്യം എന്താണ്? ഇവയിൽ ഭൂരിഭാഗവും ട്രംപിന് മുമ്പേ നടന്നതാണ്. മറ്റുള്ളവർ ഇത് സഭ്യമായ ഭാഷയിൽ മറച്ചു വെച്ചപ്പോൾ ട്രംപ് അത് തുറന്നു പറഞ്ഞു എന്നതാണ് വ്യത്യാസം. മഡൂറോ അധികാരാധിപതിയാണ് എന്ന വാദം ഉയർത്തിയാണ് ഈ ആക്രമണത്തെ ന്യായീകരിക്കുന്നത്. പക്ഷേ മറ്റൊരു രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കാനെന്ന പേരിൽ സൈനികമായി ഇടപെടാൻ ഒരു രാജ്യത്തിന് അവകാശമില്ല. ആ രാജ്യത്തെ ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. യഥാർത്ഥ കാരണം ട്രംപ് തന്നെ തുറന്നു പറഞ്ഞു. നാം അവിടുത്തെ നിലത്തിനടിയിലെ സമ്പത്ത് പുറത്തെടുക്കും. വെനിസ്വേലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരങ്ങളിൽ ഒന്നുണ്ട്. അത് ദേശസാൽക്കരിച്ചതാണ് അവരുടെ കുറ്റം. ഇത് തുറന്നു കൊള്ളയാണ്. നിനക്ക് വിഭവമുണ്ട്, നീ വഴങ്ങുന്നില്ലെങ്കിൽ നിന്റെ സർക്കാരിനെ ഞങ്ങൾ തകർക്കും. ഇതാണ് സാമ്രാജ്യത്തിൻ്റെ ഭാഷ. ഇതൊന്നും പുതുമയല്ല. ഗോട്ടിമാല, ഇറാൻ, കോങ്കോ, ചിലി, ജനങ്ങളുടെ പക്ഷം നിന്ന നേതാക്കളെ എല്ലായിടത്തും സാമ്രാജ്യത്വം അട്ടിമറിച്ചു. പുതുമയുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മറവില്ല, നേരിട്ടുള്ള ആക്രമണമാണ്. ഇന്ന് സോവിയറ്റ് യൂണിയനില്ല, അതിൻ്റെ അഭാവമാണ് സാമ്രാജ്യത്വത്തെ ഇത്ര ധൈര്യപ്പെടുത്തുന്നത്. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ഈ ഗാങ്സ്റ്റർ ഘട്ടം ദീർഘകാലം നിലനിൽക്കില്ല. മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങൾ വീണ്ടും അടിമത്തം സ്വീകരിക്കില്ല. വെനിസ്വേലയിലെ ജനങ്ങൾ ഇതിനകം തന്നെ അതിനെ എതിർത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. സാമ്രാജ്യത്വം ലോകം ഭരിക്കുമെന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കും, ഒരിക്കലും സഫലമാകാത്ത സ്വപ്നം. അതുകൊണ്ട് സാമ്രാജ്യത്വത്തിനായ പോരാട്ടം ശക്തമാക്കുക എന്നതാണ് വർത്തമാന കാലഘട്ടത്തിലും നമുക്ക് മുന്നിലുള്ള കടമ.